കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രഭാതം കൂടെ കണ്ട് കർത്താവിനെ സ്തുതിപ്പാൻ ദൈവം ഇടവരുത്തിയ കർത്താവിൻ്റെ മഹാകരുണയ്ക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം ഓർപ്പിക്കുകയാണ്. ഒരു തിരുവചന ചിഹ്നം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഈ പ്രഭാതത്തിൽ കൊണ്ടുവരുന്നു. തീത്തോസ് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 6-7 വാക്യങ്ങൾ. നാം അവൻ്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശ പ്രകാരം നിത്യജീവന്റെ അവകാശികളായി തീരേണ്ടതിന് പുനർജന്മ സ്നാനം കൊണ്ടും നമ്മുടെ രക്ഷിതാവ് യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിൻ്റെ നവീകരണം കൊണ്ടും തന്നെ. ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. വളരെ അനുഗ്രഹീതമായ ഒരു തിരുവചന ചിന്തയാണ് നമ്മൾ ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. ശ്രദ്ധിക്കുക, ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും ആഴമുള്ളതും ഏറ്റവും പ്രത്യാശ നൽകുന്നതുമായ ഒന്നാണ് ദൈവരാജ്യത്തിൻ്റെ അവകാശിയായി മാറുക എന്നുള്ളത്. ഇവിടെ നമുക്കറിയാം, യേശുവിൻ്റെ നാമത്തെ പ്രതി നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന കഷ്ടതകൾ, നിന്ദകൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ പലതും നമ്മൾ സഹിക്കേണ്ടതായിട്ട് വരുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമുക്കൊരു ലക്ഷ്യമുള്ളത് കൊണ്ടാണ്. നമുക്ക് എവിടെ എത്തണം? ദൈവരാജ്യത്തിലേക്ക്, അല്ലെങ്കിൽ നിത്യരാജ്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരണം. ഒരുപാട് കടമ്പകൾ അല്ലെങ്കിൽ ഒരുപാട് സ്റ്റെപ്പുകൾ നമ്മൾ അതിൽ വെച്ചെങ്കിൽ മാത്രമേ ദൈവരാജ്യത്തിൻ്റെ അവകാശിയായി മാറുവാൻ തക്കവണ്ണം കഴിയുകയുള്ളൂ. സ്തോത്രം. എന്നാൽ അതിൻ്റെ അപ്പുറത്ത്, അതിൻ്റെ പുറകിലേക്ക് നമ്മൾ പരിശോധിച്ചാൽ നിശ്ചയമായിട്ടും ഒരു നിയമനം അതിനകത്ത് നടന്നിട്ടുണ്ട്, അല്ലേ? റോമലേഖനമൊക്കെ നമ്മൾ വായിക്കുന്ന സമയത്ത് ഇങ്ങനെ പറയും, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്. അപ്പം നമ്മുടെ വിളിയുടെ പുറകിൽ ഒരു നിർണയമുണ്ട്. അപ്പോൾ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ച് എന്ന് അങ്ങനെ പറയുമ്പോൾ ആ ഭാഗം നമ്മൾ മനസ്സിലാക്കുക. ഒരു കാര്യം, അപ്പോൾ നമ്മുടെ വിളിയുടെ പുറകിൽ ഒരു നിർണയമുണ്ട്. ആ നിർണയം വെളിപ്പെട്ടതിന് ശേഷമാണ് ദൈവത്തിൻ്റെ വിളി നമ്മുടെ മേൽ വന്നത്. ആ വിളി വന്നതാണ് നമ്മൾ നീതീകരണത്തിന് കാരണമായത്. ആ നീതീകരണം നമ്മുടെ വിശുദ്ധീകരണത്തിലേക്കും, വിശുദ്ധീകരണം നമ്മുടെ തേജസ്കരണത്തിലേക്കും നടത്തി. അപ്പം അതിന് പുറകിൽ ഒരു നിയമനം നടന്നിട്ടുണ്ടെന്ന് നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച്, ദൈവരാജ്യത്തിലേക്ക് പോകുന്നതിന് 2 കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് പൗലോസിലൂടെ നൽകുകയാണ്. ഒന്ന്, നിങ്ങൾ പുനർജനന സ്നാനം കൊണ്ടും, അടുത്ത് പറയുന്നത് നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിൻ്റെ നവീകരണം കൊണ്ടും തന്നെ. അപ്പോൾ ഒന്നാമത്തെ കാര്യം പുനർജന്മ സ്നാനം. യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് നിക്കോദീമോസ് യേശുവിൻ്റെ അടുക്കൽ വന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്, അല്ലേ? അത് സ്തോത്രം. എന്താണ് ദൈവരാജ്യം പ്രാപിപ്പാൻ ഞാൻ ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ യേശു പറഞ്ഞു, നീ എന്ത് ചെയ്യണം? വീണ്ടും ജനിക്കണം. നിക്കോദീമോസ് പറഞ്ഞു, ഞാൻ അമ്മയുടെ ഉദരത്തിൽ കയറി വീണ്ടും ജനിക്കാൻ എനിക്ക് കഴിയുമോ? അപ്പോൾ കർത്താവ് പറഞ്ഞ, അല്ല, അത് സ്തോത്രം, വെള്ളത്താലും ആത്മാവിനാലും നീ എന്ത് ചെയ്യണം? ജനിക്കണം, അല്ല എങ്കിൽ ദൈവരാജ്യം അവകാശമാക്കുവാൻ കഴിയത്തില്ല. ഇവിടെ പറയുന്നത് വെള്ളം എന്തുവാണ്? സ്തോത്രം. ആ വെള്ളത്തെക്കുറിച്ച് ദൈവശാസ്ത്രപരമായിട്ട് തിരുവചനത്തിൻ്റെ ആഴം നമ്മൾ പരിശോധിച്ചാൽ, അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനമാണ്. സ്തോത്രം. പൗലോസ് അപ്പോസ്തലൻ തന്നെ ലേഖനങ്ങളിലൊക്കെ നമ്മൾ പരാമർശിക്കുമ്പോൾ, വ്യക്തികളെക്കുറിച്ചും സഭകളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ എടുത്തു പറയുന്ന ഒരു വാചകമാണ്, ഞാൻ നിങ്ങളെ തിരുവചനത്താൽ ജനിപ്പിച്ചിരിക്കുന്നു. അത് സ്തോത്രം. പത്രോസ് ലേഖനത്തിലും അത് പറയുന്നുണ്ട്. അത് നശിച്ചു പോകുന്നത് ആയിട്ടല്ല, നശിക്കാത്ത അത് തിരുവചനം കൊണ്ട് ഞാൻ നിങ്ങളെ വീണ്ടും ജന്മം പ്രാപിച്ചിരിക്കുന്നു എന്നും തിരുവചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ദൈവവചനത്താൽ നമ്മൾ എന്ത് ചെയ്യുന്നു? പുനർജന്മം പ്രാപിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിൻ്റെ നവീകരണം കൊണ്ട്. സ്തോത്രം. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിൽ ധാരാളമായി വെളിപ്പെട്ടത് യേശുക്രിസ്തു മൂലമാണ് വെളിപ്പെട്ടത്. അത് മുഖാന്തരം നമ്മളിൽ വെളിപ്പെടുന്ന ഒരു നവീകരണമുണ്ട്, മാറ്റം. സ്തോത്രം. ചേഞ്ച് ആകുക. ഇതൊക്കെ അതിനകത്ത് ആഴമാണ്. പരിശുദ്ധ യേശുവിനെ സ്വീകരിച്ചിട്ട് ജീവിതത്തിലോ സ്വഭാവത്തിലോ മാറ്റം വരുന്നില്ലെങ്കിൽ അതുകൊണ്ട് വലിയ കാര്യമില്ല. അപ്പോൾ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, ദൈവവചനത്താൽ ജനിക്കുക. 2, പരിശുദ്ധാത്മാവിൻ്റെ നവീകരണം നമ്മൾ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ മേലൊരു ഉറപ്പുണ്ട്, നമ്മൾ ദൈവരാജ്യത്തിൻ്റെ അവകാശിയായിട്ട് മാറി. ആ തലവാരത്തിൽ മുന്നോട്ട് പോകുവാൻ, ക്രിസ്തീയ ജീവിതം നയിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ സന്ദേശത്തിനാണ് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. ഇവിടുന്ന് അനേകരെ ഈ സന്ദേശം അനേകായിരങ്ങൾക്ക് അനുഗ്രഹമായി മാറുവാനിടയാക്കണം. എല്ലാവർക്കും നന്മയായി തീർക്കണം. അത്ഭുതം ചെയ്യും. മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.